ഹേ ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈദ് മുബാറക്. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി അല്ലേ ഈദൊക്കെ ആയിട്ട്? അപ്പോൾ നമ്മുടെ ഈദ് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഈദ്. അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ. സോ ഈദിൻ്റെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കുട്ടി വ്ളോഗാണ് ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശവ്വാൽ മാസപ്പിറവി കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്തത് എനിക്ക് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കുന്ന തിരക്കിലായിരുന്നു. ഈ ടൈമിലാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുറച്ച് പൂത്തിരിയും പടക്കവുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ അവരുടെ കളിയും ചിരിയും തമാശകളൊക്കെ കണ്ടു നിന്നപ്പോൾ തന്നെ ടൈം പോയത് അറിഞ്ഞില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പൊട്ടാസൊക്കെ വാങ്ങി തന്നിട്ട് അത് എറിഞ്ഞ് പൊട്ടിക്കലും കല്ലുകൊണ്ട് കുത്തി പൊട്ടിക്കലൊക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് അത്യാവശ്യം ജോലികളൊക്കെ തീർത്ത് കിടന്നുറങ്ങിയപ്പോഴേക്കും 12 മണിയായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് നമ്മുടെ അടുത്ത കലാപരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ നമ്മൾ ഈ പെരുന്നാളിനുണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള ബസ്മതി റൈസ് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനത് വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചു. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ കുതിർന്ന് വന്നപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുത്തു. പിന്നെ ഞാൻ അതിലേക്കുള്ള ചിക്കൻ പൊരിച്ചെടുക്കുന്നത് രാത്രി തന്നെ മസാല പുരട്ടി വെച്ചതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. പിന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ വഴറ്റിയെടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ ഷവായ ആയിരുന്നു. കുറച്ച് വരട്ടൊക്കെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തപ്പോഴേക്കും പള്ളിയിൽ പോയവരൊക്കെ വന്ന് പിന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഷവായ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മക്കളെ കേക്ക് അത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഭക്ഷണം കഴിച്ചങ്ങനെ നിൽക്കുമ്പോൾ കേട്ടോ ഞങ്ങൾ ആദ്യത്തെ ഗസ്റ്റ് വരുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജ്യൂസാണ്, ഇവിടുന്നാണ് പായസം കിട്ടിയതെന്നും പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. സേമ പായസമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വരാനുള്ളവരെല്ലാം പെട്ടെന്ന് വന്നു. എൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നെ വന്നത്. ചെറിയ ആങ്ങളെയും വലിയ ആങ്ങളയുടെ മക്കളുമാണ് പിന്നെ വന്നത്. അവരോട് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ വലിയ ആങ്ങളയുടെ വീഡിയോ കോൾ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരാൾക്ക് പന്ത് കയ്യിൽ കിട്ടി, അതായിട്ട് കളിക്കാൻ തുടങ്ങി. മറ്റാളാണെങ്കിൽ സൈക്കിൾ എടുത്ത് അവനും കളിക്കാൻ തുടങ്ങി. അവർ ടേറ്റ പറഞ്ഞ് പോയപ്പോഴാണ് നമ്മുടെ ചെറിയ മോൻ്റെ ചങ്ങായിമാരൊക്കെ വരുന്നത്. അവർക്ക് പായസമൊക്കെ കൊടുത്ത് അവരോട് കുറച്ച് നേരം സംസാരിച്ച് കൊണ്ടുവന്നപ്പോൾ നേരം പോയതൊന്നും അറിഞ്ഞില്ല. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്ത കുട്ടി പട്ടാളങ്ങൾ പോയത്. മുത്തച്ഛൻ്റെ ഇളച്ചിൻ്റെ ഒക്കെ മക്കൾ വരുന്നത്. പായസം കുറിച്ച് പോകാനിരിക്കും അവരോട് ഞാൻ പറഞ്ഞു ഫ്രൈഡ് റൈസും ചിക്കൻ ഷവായുമാണ് ഇവിടെ, അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഫ്രൈഡ് റൈസും ചിക്കൻ ഷവായുമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 4 പേർക്കുള്ള ഭക്ഷണം ഒരു പ്ലേറ്റ് തന്നെ മതിയെന്ന് പറഞ്ഞവർ. എല്ലാവരും വന്ന് പോയതിന് ശേഷമായിരുന്നു കേട്ടോ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോഴേക്ക് ടൈം 3 മണിയായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് വലിയ നാത്തൂൻ്റെ വീട്ടിലേക്കായിരുന്നു. നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മൂത്താപ്പയുടെ മോളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. പിന്നെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലും കൂടി പോയി. അവിടുന്ന് തിരിച്ചു വന്നപ്പോഴേക്കും 6 മണിയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം 12 വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്നിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നോമ്പിന് അവിടെ വന്നപ്പോൾ ഇവിടെ കോൺക്രീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ബോളറൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് റോഡ് ഷാറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. 9 മണിയായിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഐസ്ക്രീം തിന്നുന്ന തിരക്കിലാണ് കേട്ടോ ഇവൾ. ഐസ്ക്രീം കുത്തി ഒരു പരുവമാക്കി എടുത്തിട്ടുണ്ട് അവൾ. അവസാനം അവൾ അത് വലിച്ചു കുടിച്ച് തീർത്തു. പിന്നെ നമ്മൾ കുട്ടിപ്പട്ടാളത്തിൽ തന്നെ ഓരോ വികൃതികളും പണി ഇതൊക്കെ കണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. രാത്രി കിടന്നപ്പോൾ തന്നെ 12 മണിയായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഈദൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഈദൊക്കെ കൂടാൻ കഴിയട്ടെ. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ പെരുന്നാൾ ഇതുപോലെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.